എല്ലാവർക്കും നമസ്കാരം. ആർമി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യാമറ റിവ്യൂ ആണ്. ഏത് ക്യാമറയാണെന്നല്ലേ, ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ക്യാമറയുടെ റിവ്യൂ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ബേസിക് ക്യാമറയാണ്. ബിഗിനേഴ്സായ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയത് നല്ലൊരു ക്യാമറയാണിത്. ഞാനും ഒരു ബിഗിനർ ആയതുകൊണ്ട് ഞാനും ഈ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് ആ ക്യാമറ. കണ്ടില്ലേ, കാനോണിന്റെ 1500D എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഒരു അടിപൊളി ക്യാമറയാണ്. ബിഗിനേഴ്സായ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ക്യാമറയാണ്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്യാമറ വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പം കിട്ടുന്നത് ക്യാമറ ബോഡി, പിന്നെ ലെൻസ്, പിന്നെ ബാറ്ററി, അതിൻ്റെ ബാറ്ററി ചാർജർ. ഇത്രയാണ് നമുക്ക് അത് വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടുന്നത്. അത് കൂടാണ്ട് ഞാൻ ഒരു ലെൻസിൻ്റെ ഫുഡും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 58mm ലെൻസ് ഫിൽറ്ററും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാമറയുടെ സ്പെസിഫിക്കേഷനിലോട്ട് പോകാം. ഇതിൽ 24.1 മെഗാപിക്സലാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ APS-C-CMOS സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻസറിന്റെ സൈസ് എന്ന് പറയുന്നത് 22.3 × 14.9 ആണ് ഇതിന്റെ സൈസ്. ഇതിൽ വൈഫൈ ഉണ്ട്, NFC ഉണ്ട്. അതുകൊണ്ട് സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫയലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ അപ്പർച്ചർ റേറ്റ് എന്ന് പറയുന്നത് 3.5 to 5.6 ആണ്. പിന്നെ ISO റേറ്റ് പറയുന്നതാണെങ്കിൽ 100 മുതൽ നമുക്ക് 6400 വരെയുള്ള ISO ഉണ്ട് ഇതിൽ. അത്യാവശ്യം ലോ ലൈറ്റ്, ചെറിയ രീതിയിലൊക്കെ ലോ ലൈറ്റിൽ ഫോട്ടോ ഒക്കെ എടുക്കാം, നമുക്ക് കുഴപ്പമില്ലാണ്ടൊക്കെ എടുക്കാം. പിന്നെ 9 AF പോയിന്റുകളുണ്ട് ഇതിൽ. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോകൾ തന്നെ എടുക്കാൻ പറ്റും. വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ HD 24 ഫ്രെയിംസിലും 30 ഫ്രെയിംസിലും ഷൂട്ട് ചെയ്യാം. HD ആണെങ്കിൽ 50 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ലോ മോഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോസസ്സർ ഡിജിക് 4+ പ്രോസസ്സറാണ്. നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ലെൻസിന്റെ മൗണ്ട് എന്ന് പറയുന്നത് EF മൗണ്ട് ആണ്. BF മൗണ്ടുള്ള ലെൻസുകളെല്ലാം തന്നെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇതാണ് ക്യാമറയുടെ ഓൺ ഓഫ് സ്വിച്ച്. ഇത് ഓൺ ഓഫ്. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. ഇതാണ് അതിൻ്റെ ഡയൽ മോഡ് സ്വിച്ച്. ഈ ഡയൽ മോഡ് സ്വിച്ചിൽ തന്നെ നിരവധി മോഡുകളാണുള്ളത്. നമുക്ക് പല മോഡുകൾ ഇതിലുണ്ട്. നമുക്ക് ക്യാമറയുടെ മെനു ഫംഗ്ഷനിലോട്ട് പോകാണ്ട് തന്നെ പല മോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് M ആണ്. M എന്ന് പറഞ്ഞാൽ മാനുവൽ മോഡാണ്. മാനുവൽ മോഡാകുമ്പോഴത്തേക്കും അപ്പർച്ചർ, ISO, ഷട്ടർ സ്പീഡ് എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. AV എന്ന് പറയുന്നത് അപ്പർച്ചർ പ്രയോറിറ്റി മോഡാണ്. അപ്പർച്ചർ പ്രയോറിറ്റി മോഡാകുമ്പോൾ അപ്പർച്ചർ നമ്മൾ സെറ്റ് ചെയ്യണം, ബാക്കിയെല്ലാം ക്യാമറ സെറ്റ് ചെയ്യും. നല്ലൊരു ബൊക്കെ എഫക്റ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലിട്ടുന്നാൽ നല്ലൊരു ബൊക്കെ എഫക്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ TV എന്ന് പറയുന്നത് ഷട്ടർ പ്രയോറിറ്റി മോഡാണ്. അതായത് ഷട്ടർ സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്യണം, ബാക്കിയെല്ലാം ക്യാമറ ചെയ്യും. ഇത് പ്രോഗ്രാം മോഡ്. ഇത് ഓട്ടോ മോഡ്. ഓട്ടോ മോഡിലാകുമ്പോഴത്തേക്കും എല്ലാം ക്യാമറ ചെയ്തോളും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ന് പറയുന്നത് വിത്തൗട്ട് ഫ്ലാഷ് ഓട്ടോ മോഡാണ്. ആ ഫ്ലാഷ് ഇല്ലാണ്ട് ഓട്ടോ മോഡ് എടുക്കുന്ന ഓപ്ഷനാണ്. ഇതെന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഓട്ടോ മോഡാണ്. ഇത് പോർട്രേറ്റ് മോഡ്.
ഇത് ലാൻഡ്സ്കേപ്പ്, ഇത് ക്ലോസപ്പ്, ഇത് സ്പോർട്സ് മോഡ്, ഇത് ഫുഡ്, ഇത് നൈറ്റ് പോർട്രേറ്റ്, ഇത് വീഡിയോ മോഡ്. ഈ വീഡിയോ മോഡ് ഓൺ ചെയ്തതിന് ശേഷം വേണം വീഡിയോ നമുക്ക് എടുക്കാനായിട്ട്. ഈ വീഡിയോ മോഡ് ഇട്ടതിന് ശേഷം ഈ ബട്ടൺ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ആവും. ഒന്നുകൂടി പ്രസ് ചെയ്താൽ വീഡിയോ ഓഫ് ആവും. ഇതാണ് ക്യാമറയുടെ ഇൻബിൽട്ടായിട്ട് വരുന്ന ഫ്ലാഷാണ്. ഈ ഫ്ലാഷ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആവുന്നതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യണ്ട. ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഫോട്ടോ ഇപ്പോൾ മാനുവൽ മോഡിൽ കിടക്കണം. മാനുവൽ മോഡിൽ നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാഷ് ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ഓൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഇങ്ങനെ ഓൺ ആവുന്നതാണ്. ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ക്ലോസ് ചെയ്യാം. ഈ ഡയൽ എന്ന് പറയുന്നത് നമുക്ക് ഷട്ടർ സ്പീഡും അപ്പർച്ചറും ചേഞ്ച് ചെയ്യുന്ന ഡയലാണ്. ഇതാണ് അതിൻ്റെ ഷട്ടർ ബട്ടൺ. ഈ ഭാഗത്തുള്ള ഡയലുകളെല്ലാം ഇതാണ്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഭാഗത്തുള്ള ഡയലുകൾ നോക്കാം. ത്രീ ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇത് ഫ്ലിപ്പ് ചെയ്യാനോ നമുക്ക് ടിൽറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് കാനോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ വ്യൂ ഫൈൻഡർ. ഈ വ്യൂ ഫൈൻഡറിൻ്റെ അടുത്ത് കാണുന്ന ബട്ടൺ എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് ബട്ടണാണ്. ഈ വീഡിയോ മോഡിൽ ഇട്ടതിന് ശേഷം ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓൺ ആവും. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓഫ് ചെയ്യാം. ഇനി എടുത്ത ഇമേജുകൾ നമുക്ക് സൂം ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിലുള്ള ബട്ടണാണിത്. സൂം ഇനും സൂം ഔട്ടും ചെയ്യാം. ഇത് നമുക്ക് അപ്പർച്ചറും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇത് ഡിസ്പ്ലേ ഓൺ ഓഫ് ബട്ടണാണ്. ഈ ഡിസ്പ്ലേ ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടണാണിത്. ഇത് ക്വിക്ക് മെനു ബട്ടൺ. ഇത് നമുക്ക് ISO ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് ISO ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പലവിധ റേഞ്ചിലുള്ള ISOകളുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഇത് ഓട്ടോ ഫോക്കസ് ബട്ടണാണിത്. ഇതതിൻ്റെ ഓക്കെ ബട്ടൺ. ഇത് കണ്ടിന്യൂ ഷൂട്ട് ബട്ടൺ. അതുപോലെ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലുള്ള ബട്ടണാണിത്. ഇത് വൈറ്റ് ബാലൻസ് ആണ്. വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഡേലൈറ്റ്, അങ്ങനെ പലവിധ മോഡുകൾ ഇതിലുണ്ട്. ഇത് മെനു ബട്ടൺ. ഇത് പ്ലേ ബട്ടണാണ്. എടുത്ത ഫോട്ടോകൾ നമുക്ക് പ്ലേ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിലുള്ള ബട്ടണാണിത്. ഇതാണ് അതിൻ്റെ ലെൻസ്. 18-55 mm ലെൻസാണിത്. കിറ്റ് ലെൻസാണ്. 18 ഫോക്കൽ ലെങ്തിൽ നിന്ന് 55 ഫോക്കൽ ലെങ്ത് വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ സൂമിങ് റിങ്. സൂമിങ് റിങ് ഇതാണ് മാനുവൽ ഫോക്കസിങ് റിങ്. ഇത് ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് സ്വിച്ചാണിത്. ഇപ്പം ഈ മാനുവൽ ഫോക്കസിലാണ് നടക്കുന്നത്. ഇത് ഓട്ടോ ഫോക്കസ്. ഓട്ടോ ഫോക്കസിലിട്ടതിന് ശേഷം ഒരു കാരണം വെച്ചാൽ നമ്മൾ മാനുവലി ഫോക്കസ് ചെയ്യാൻ നോക്കരുത്, കംപ്ലൈൻ്റ് ആകും. ഇതാണ് അതിൻ്റെ സ്റ്റെബിലൈസർ ഓൺ ഓഫ് സ്വിച്ചാണിത്. സ്റ്റെബിലൈസർ ഓൺ ചെയ്തതിന് ശേഷം വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഷെയ്ക്കില്ലാത്ത രീതിയിലുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിലത്ര വലിയ നല്ല വീഡിയോസ് അല്ല നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അത്ര സ്റ്റെബിലൈസേഷൻ പോരാ. ഇത് കിറ്റ് ലെൻസ് ആയതുകൊണ്ട് അത്ര സ്റ്റെബിലൈസേഷൻ പോരാ. ഈ ഭാഗത്താണ് ബാറ്ററി ഇടുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാണ് ബാറ്ററി. ഇത് 860 mAh ബാറ്ററിയാണ്. ഇത് വെച്ച് നമുക്കൊരു 500 ഫോട്ടോകൾ എടുക്കാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. ഇത് നേരെ ഇങ്ങനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആയിക്കോളും. ഇങ്ങനെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. മെമ്മറി കാർഡ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് മെമ്മറി കാർഡ് ഇടുന്നത്. ഇത് നമുക്ക് ട്രൈപോഡിൽ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.